പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിലേക്കും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയാണ്. തൈലാഭിഷേകം. ഈശോയുടെ കാലിൽ മറിയം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത് കാണുന്ന യൂദാസ് ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ പൈസ ഉണ്ടെങ്കിൽ ദരിദ്രരെ സഹായിക്കാമായിരുന്നില്ലേ? പലപ്പോഴും പലരുടെയും ജീവിതത്തില് ഈ ചോദ്യം പലരും ചോദിക്കാറുണ്ട്. എന്നാൽ യൂദാസ് എന്തെങ്കിലും പൈസ കൊടുത്ത് ദരിദ്രരെ സഹായിച്ചു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. സഹായിക്കുന്നതിന് പകരം അവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വാർത്ഥതയിൽ മുഴുകി അവൻ അവസാനം പോയി മരിക്കുകയാണ്. കർത്താവിന്റെ തിരുശരീരം തിരുരത്വവും പോലും സ്വീകരിക്കുവാൻ പറ്റാതെയാണ് അവനും പോയി മരിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ടാകും. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ തൈലാഭിഷേകം ചെയ്തത് ഈശോയുടെ മരണശേഷം തൈലാഭിഷേകം ചെയ്ത് അടക്കുന്നതിന്റെ ഒരു മുന്നാസ്വാദനമാണ്. ജെറുസലേമിൽ ചെല്ലുമ്പോൾ ഗാഗുൽത്തായില് ഈശോ മരിച്ചു. താഴെ വലിയൊരു കല്ലുണ്ട്. ആ കല്ലിലാണ് ഈശോയെ കിടത്തി തൈലാഭിഷേകം ചെയ്തത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്യുന്നു ആ കല്ലിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നവർക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അഭിഷേകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അഭിഷേകം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. യൂദാസിന് അഭിഷേകം ഹൃദയത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഇടവക ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും പലപ്പോഴും പല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും ഇങ്ങനെ ചില സംസ്കാരം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുന്നൊരു മറുപടി, ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ആഘോഷങ്ങളാകാം, ചിലപ്പോൾ ആത്മീയ ആഘോഷങ്ങളായിരിക്കാം, ചില ബാഹ്യമായ ചില കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, ഇതിന്റെ പൈസ എടുത്ത് ദരിദ്രരെ സഹായിച്ചുകൂടെ? എന്നാൽ ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇതിന് സഹായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരൂല്ല. സംസാരം മാത്രമേ ഉള്ളൂ. സംസാരം മാത്രം പോരാ, പ്രവൃത്തി കൂടി ഉണ്ടാകണം. അതുകൊണ്ട് ഈ അഭിഷേകം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അതുവഴി പ്രവൃത്തി പദത്തിലേക്ക് കടന്നു വരട്ടെ. ആമേൻ.